എല്ലാത്തും അതിൻ്റെതായ സമയങ്ങളുണ്ട്. അത് അങ്ങനെയാണ് വരുള്ളൂ. അതേപോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമുക്ക് എങ്ങനെ പലതരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. രാവിലെ എണീച്ചിട്ട് കിണർന്ന് വെള്ളം കോരി എടുക്കുന്ന പോലെ നമുക്ക് അവിടെ നിന്ന് ലീഡ് എടുക്കാൻ പറ്റും. ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് പഠിച്ചു. പിന്നെ അതുപോലെ ഗൂഗിൾ ആഡ്സ്, അതിൽ ഗൂഗിൾ ആഡ്സ് പിന്നെ ഓരോ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നമ്മൾ റൺ ചെയ്ത് നോക്കി ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ എന്താ വെച്ചാൽ ബാക്കിയുള്ള ക്യാമ്പയിൻസ് ഒക്കെ നിങ്ങൾ തന്നെ ഒന്ന് എടുത്ത് റൺ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ, പിന്നെ എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ഇത് റൺ ആവുന്നത്. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ സപ്പോർട്ടിന് വേണ്ടി അവിടെ 24 hours ആളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് എന്താണ് SMM, അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. യെസ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതെ, നമുക്ക് പറയാം നമ്മളെ മുന്നിൽ ഒരുപാട് സോഷ്യൽ മീഡിയാസ് ഉണ്ട്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മള് ഗൂഗിൾ ആഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് അതേപോലുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലീഡ്സ് കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അതേപോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമുക്ക് എങ്ങനെ പലതരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, നമുക്ക് പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ചെയ്യാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അതിലെന്ത് ചെയ്യാം, ഓർഗാനിക്കായിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്കറിയാം അങ്ങനെ ഓർഗാനിക്കായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാന്നുള്ളത്, അതായത് നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് ഒന്നും കൊടുക്കാതെ തന്നെ ഒരുപാട് എന്ത് ചെയ്യാം, കണ്ടന്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ പറ്റും. റീച്ച് കൂട്ടുക അല്ലേ? അതെ, റീച്ച് കൂട്ടുക. അതുവഴി അവിടെ ഒരു എന്താ പറയാ, ഒരു ഓഡിയൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതെ, അതായത് നല്ല നല്ല കണ്ടന്റ്സ് ഇടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റീൽസ് ചെയ്യുന്ന പല റീൽസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില റീൽസൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കും. കാരണം എന്താ, മീൻസ് അത്രയും നല്ല നല്ല കണ്ടന്റ്സ് ആയിരിക്കും. ഒരു സിനിമാറ്റിക് രൂപത്തിലൊക്കെ എന്തായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ റീച്ച് കൂടും. ഇതിനെയാണ് ഓർഗാനിക് ആയിട്ട് നമ്മൾ ലീഡ്സിനെ ജനറേറ്റ് ചെയ്യുന്നത്. അല്ലാത്ത കേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ലീഡ്സ് ഒന്നും ഇല്ല എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഓരോ റീൽസിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് ആ സോഷ്യൽ മീഡിയ ആഡ് കണ്ടിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിലേക്ക് എന്ത് ചെയ്യും, ആൾക്കാർ വരും. അതൊരു ഉപകാരമാണ്. കാരണം സോഷ്യൽ മീഡിയ നമ്മൾ ഫോളോവേഴ്സ് എത്ര കൂടുന്നിടത്തോളം നമ്മുടെ ബിസിനസ്സും അതിനനുസരിച്ച് ഗ്രോത്ത് ചെയ്തു പോകും. കാരണം ഫോളോവേഴ്സ് എന്നുള്ളത് അവർക്ക് ആവശ്യമുള്ള കണ്ടന്റ്സ് മാത്രമാണ് അവർ ഫോളോ ചെയ്ത് വെക്കുക അല്ലേ. അപ്പൊ ആ രീതിയിലാണ് എന്ത് ചെയ്യുക പോവുക. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ വെച്ചാൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് എത്ര ആൾക്കാർക്ക് വെബ്സൈറ്റിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യും. മീൻസ് നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയന്റെ ബയോയിൽ ക്ലിക്ക് ചെയ്താൽ നേരെ വെബ്സൈറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അവിടെയും ട്രാഫിക് കൂട്ടാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമില് നമുക്കറിയാം ഒരുപാട് റീൽസ് വരുന്നുണ്ട്, ഒരുപാട് പോസ്റ്റേഴ്സ് വരുന്നുണ്ട്. ആ ഒരു കണ്ടന്റിന്റെ ക്വാളിറ്റിയും അതേപോലെ കൺസിസ്റ്റൻസി ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഓർഗാനിക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, ലീഡ്സ് അല്ലെങ്കിൽ റീച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. ഓർഗാനിക് ആയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഫിക്സ്ഡ് ടൈമിലോ ഒരു ഫിക്സ്ഡ് ഡേയ്സിലോ എന്ത് ചെയ്യണം, നിങ്ങളത് ചെയ്യണം. ഓക്കെ, അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരുത്താന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, നമുക്ക് അത്രയും ഓഡിയൻസിലേക്ക് അത് എത്താൻ പറ്റൂല. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ചില ആൾക്കാർ ഒരു നല്ല മിസ്റ്റേക്ക് വരുന്ന കാര്യം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇപ്പൊ കൂടുതൽ ബിസിനസ്സും ഇപ്പൊ നമ്മൾ കണ്ട അനുസരിച്ച് നോക്കുമ്പോൾ കൂടുതൽ ബിസിനസ്സും എന്ത് ചെയ്യുന്നില്ല, ആ സംഭവം ശ്രദ്ധിക്കാനേ പോകില്ല. അവരുടെ ബിസിനസ് നടക്കുന്നുണ്ടാവും, ലോക്കൽ ബിസിനസ് എന്നുള്ള രീതിയിൽ അവർ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇതിൽ പണിയെടുക്കാൻ സമയമില്ല, ഇല്ലെങ്കിൽ എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ആ ഭാഗം ചിന്തിക്കാറില്ല. ഫേസ്ബുക്ക് ശ്രദ്ധിക്കൂല, അതുപോലെ ഇൻസ്റ്റ, ഇതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് എന്താ ഉപകാരപ്പെടുത്തണം എന്നുള്ളതാണ് മെയിൻലി പറയാനുള്ളത് അല്ലേ. അതെ, ഇപ്പൊ നമുക്കറിയാം നമ്മള് ഈ പ്ലേലിസ്റ്റ് തുടങ്ങിയ ഫസ്റ്റത്തെ വീഡിയോ ഉണ്ടായിരുന്നു, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് വീഡിയോസ്. അപ്പൊ ആ ഒരു വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഡീറ്റെയിൽ ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, പലരും വിചാരിക്കുന്ന കാര്യം വെബ്സൈറ്റ് ഷോയ്ക്കാന്ന് വിചാരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ വെബ്സൈറ്റ് ശരിക്കും ഒരു ഷോയ്ക്കുള്ളതല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ നമ്മൾ SEO ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും,
ആളുകൾ കയറും. അതെ. അപ്പൊ അങ്ങനെ ഒരു ഓഡിയൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ഉണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അതായത് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ആണെങ്കിൽ മെറ്റ ആഡ്സ് ഉണ്ട് നമുക്ക് ഫേസ്ബുക്കിൽ. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെയുള്ള ആളുകളെ ഡീറ്റെയിൽ ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു കിണർ കുഴിച്ചിട്ട് നമ്മൾ എന്താ രാവിലെ എണീച്ചിട്ട് ആ കിണറിൽ നിന്ന് വെള്ളം കോരി എടുക്കുന്ന പോലെ നമുക്ക് അവിടെ നിന്ന് ലീഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അവിടെ കിണർ ഉദ്ദേശിക്കുന്ന നമ്മുടെ വെബ്സൈറ്റ് തന്നെയാണ്. നമ്മളെ എക്സാമ്പിൾസ് ഒക്കെ ആയിട്ടാണ് നമ്മളെ രാവിലെ നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളോട് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ആഡ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിനൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റ് വഴി നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിൽ നമുക്കറിയാം, ഫേസ്ബുക്കിൽ സാധാരണ ഒരു അക്കൗണ്ട് കൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് തന്നെ വേണ്ടിയിട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, ഫേസ്ബുക്കിന്റെ പേജ്. ഫേസ്ബുക്കിന്റെ പേജ് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നിർബന്ധമായിട്ടും നമുക്കൊരു അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനോ എന്ത് കാര്യത്തിനും ഫേസ്ബുക്കിന്റെ ഒരു പേജ് നിർബന്ധമാണ്. ഓക്കെ, ആ ഒരു പേജ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടന്റ് അപ്ലോഡ് ചെയ്യാനും അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ എന്താ, നമുക്കൊരു മന്ത്ലി പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് മെറ്റ ബിസിനസ് സൂട്ടാണ് ടൂള്. അതെ, മെറ്റ ബിസിനസ് സൂട്ട് നമുക്ക് എന്താ അറിയാലോ, കണ്ടന്റ് നമുക്ക് അതിൽ ഷെഡ്യൂൾ ചെയ്തിടാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ പേജിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ അറിയാനായിട്ട് പറ്റും. അത് ഫേസ്ബുക്കിന്റെ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിന്റെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് അറിയാനും അത് മോണിറ്റർ ചെയ്യാനും പറ്റും, ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ. അതെ അതെ. ഈ ഷെഡ്യൂൾ ചെയ്ത് വെക്കാന്ന് പറയുമ്പോൾ എന്താ, ഈ ആഡ്സിനൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാന്നാണ്? ആഡ്സിന് ഷെഡ്യൂൾ ചെയ്യാം, അത് അതിലല്ല, ആഡ്സിന് വരുന്നത് വേറെ തന്നെ. ഇതിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊരു പോസ്റ്റ് നാളെ രാവിലെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പോസ്റ്റ് റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ എന്ത് ചെയ്യാം, നാളത്തെ ആ ടൈമിൽ ഷെഡ്യൂൾ ചെയ്തിടാൻ പറ്റും. നാളെ മോർണിംഗ് ഒരു 9 o'clock നമുക്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് നൈറ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതെ, ഷെഡ്യൂൾ ചെയ്തിടാൻ പറ്റും. അതിനാണ് ആ ടൂൾ. അതെ, ഓക്കെ. അല്ല, അതിനല്ല, ആ ഒരു ഓപ്ഷനും അതിലുണ്ട്. ഓക്കെ, അതിന് മാത്രമല്ല. അതെ, ഓക്കെ. ഇപ്പോ പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഇൻസ്റ്റാഗ്രാമിന്റെ നമുക്കറിയാം പലതരത്തിലുള്ള ബിസിനസ് അക്കൗണ്ട്സ് ഉണ്ട്. അതായത് പേഴ്സണൽ അക്കൗണ്ട്, പ്രൊഫഷണൽ അക്കൗണ്ട്, ബിസിനസ് അക്കൗണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ മെറ്റ ബിസിനസ് കൂടെ കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാറ്റിയിരിക്കണം. ഓക്കെ, അതൊക്കെ നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും മാറ്റി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അത് എങ്ങനെ ബിസിനസ് അക്കൗണ്ട് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, പക്ഷെ അതിങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി നമ്മളിവിടെ കാണിച്ചു തരാം, അതായത് ഏത് രീതിയിലാണ് ചെയ്യാന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും പാടെ കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ മെറ്റാ ബിസിനസ് സൂട്ട് ഉപയോഗിച്ചിട്ട് കണ്ടന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഓർഗാനിക്കായിട്ട് ലീഡ്സ് അല്ലെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ മെറ്റാ ബിസിനസ് സൂട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, കണ്ടന്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ചെയ്യാൻ നോക്കാം. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് ആഡ്സ് മാനേജർ ആണ്. ആഡ്സ് മാനേജർ അറിയാം, നമുക്ക് ഇതിന്റെ പേര് പോലെ തന്നെയാണ്, ആഡൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ആഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആഡ്സ് മാനേജർ ഉപയോഗിക്കുക. ഓക്കെ, അത് നമുക്ക് അവിടെ കാണിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാം അല്ലേ? ഓക്കെ, അല്ല, അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. അത് ആഡ്സ് മാനേജർ എന്താണെന്നും അത് എങ്ങനെയാണ് അതിൽ വരുന്ന കാര്യങ്ങളുണ്ട്. ആഡ് അക്കൗണ്ട് ആണ് എന്ത് ചെയ്യാം, നമുക്ക് അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട അക്കൗണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ നമ്മൾ പറഞ്ഞു തരും, എങ്ങനെയാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഏത് രീതിക്കാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ രീതിയിൽ പറഞ്ഞു തരും. ഓക്കെ, പിന്നെ കണ്ടന്റ് ക്രിയേഷനെ പറ്റി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടന്റ് ക്രിയേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ഓക്കെ, ഇതിന് മുമ്പ് നമുക്ക് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കാം. ഏതായിരുന്നു? നമുക്ക് ഈ ബൂസ്റ്റ് ചെയ്യുന്നതും നമ്മൾ ആഡ് റൺ ചെയ്യുന്നതും പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് മെയിൻ ടോപ്പിക്കാണ് നമുക്കത്. അതെ, ഇപ്പൊ നമുക്കറിയാം കുറെ ആളുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴത്ത് ബൂസ്റ്റ് എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട്, ഒരു ബ്ലൂ കളർ ബട്ടൺ നിങ്ങൾക്ക് കാണാം, ബൂസ്റ്റ് എന്ന്. ചില ആൾക്കാർ ആ ബൂസ്റ്റ് കൊടുത്ത് പേയ്മെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാനുണ്ട് ആ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയാം അല്ലേ? അതെ, ശരിക്കും അങ്ങനെ തന്നെ പറയാം. എന്താ വെച്ച് കഴിഞ്ഞാല് ബൂസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുന്നത് പൈസയാണ്, ആഡ് റൺ ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുന്നത് പൈസയാണ്. ബൂസ്റ്റ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, കുറെ ആളുകളുടെ അടുത്തേക്ക് എത്തും, ആഡ് റൺ ചെയ്യുമ്പോഴും കുറെ ആളുകളുടെ അടുത്തേക്ക് എത്തും. പക്ഷെ അത് രണ്ടിലും കിട്ടുന്ന റിസൾട്ട് അത് വേറെ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെയാണ് അതിൽ പോകുന്ന ഫണ്ട് എല്ലാം വ്യത്യസ്ത രീതിയിലായിരിക്കും പോവുക. കാണുമ്പോൾ രണ്ടും ഒരേപോലെ ഉണ്ടെന്നുണ്ടെങ്കിലും സംഭവം അത് വേറെ തന്നെയാണ്, രണ്ടാണ്. ഇപ്പൊ ഇത് ബൂസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർക്കും
എളുപ്പത്തിൽ കയറി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ശരിക്കും അത് ഫേസ്ബുക്കിന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അതെ ഒരു സംഭവമാണ്. അതെ അതെ, ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ബൂസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ കാണിക്കും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണിക്കുക 80 രൂപക്ക് ബൂസ്റ്റ് ചെയ്യാം, ചെറിയ പൈസക്ക് എത്ര പൈസക്കാണെങ്കിലും ബൂസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ കാണിക്കും. അപ്പൊ അത് കാണുമ്പോൾ എന്ത് ചെയ്യും, 80 രൂപ അല്ലേ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പലരും ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ശരിക്കും നമ്മൾ കിട്ടുന്ന റിസൾട്ട് അല്ല, അത് നമുക്ക് നഷ്ടമാണ് ശരിക്കും ഉണ്ടാക്കി വെക്കുന്നത്. നിങ്ങൾ ടാർഗറ്റ് ചെയ്ത ഓഡിയൻസിനല്ല ചിലപ്പോൾ എത്തുക. ഇവരെന്ത് ചെയ്യും, എല്ലാവർക്കും കാണിച്ചിട്ട് ഇന്ന് ഇത്ര ആൾക്ക് കാണിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ 80 റുപ്യ അവരെടുക്കാൻ നോക്കുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് ആഡ് റൺ ചെയ്യുന്നതാണ്. അതായത് ആഡ് റൺ ചെയ്തുള്ള ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് ആർക്കാണോ വേണ്ടത്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ടാർഗറ്റ് ഓഡിയൻസ്, അവർക്ക് പോയിട്ട് നമ്മൾ ആഡ് എത്തും. നമ്മൾ ആരാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക്. അപ്പോൾ അവരുടെ കോളോ അല്ലെങ്കിൽ മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം എന്താ, അവർ ആവശ്യക്കാരാണ്, ഇതിനെക്കുറിച്ച് അറിയാം, ഇവർക്ക് ഇനി എന്താ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ എന്താ കൊടുക്കുന്നത്, നിങ്ങളുടെ സർവീസ് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ അത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ബാക്കിയുള്ളത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യാത്ത ഓഡിയൻസിനൊക്കെ എത്തിയിട്ട് അവർ വെറുതെ ക്ലിക്ക് ചെയ്ത് പിന്നെ നിങ്ങൾ പൈസയാണ് പോകുന്നത് ശരിക്കും, അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യണമെന്ന്. സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഉണ്ട്, അതൊക്കെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താമെന്നും അതുവഴി കറക്റ്റ് റിസൾട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അതായത് ഈ ടാർഗറ്റ് ചെയ്ത ഓഡിയൻസിലേക്ക് എത്താന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ ഫേസ്ബുക്ക് ചെയ്യും. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ആഡ് റൺ ചെയ്താൽ അവർക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ഓഡിയൻസിലേക്ക് എത്തിക്കും. അതൊക്കെ അവരുടെ പണിയാണ്, അവരെത്തിക്കും, നിങ്ങൾക്ക് ഇത്രയും ആൾക്കാരെ കിട്ടും. പക്ഷെ ഇതിന് ശേഷമുള്ള മൊത്തം നിങ്ങളെ കയ്യിലാണ്. കാരണം ഇത് ഈ ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ എങ്ങനെ എത്തണം, നിങ്ങൾ പ്രസൻറ്റേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു മെയിൻ കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ഓഡിയൻസിലേക്ക് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത ഓഡിയൻസിലേക്ക് ഇവർ എത്തിക്കുന്ന സമയത്ത് ഇവർ ഉദ്ദേശിച്ച കണ്ടന്റ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ ഇവർ സ്ക്രോൾ ചെയ്ത് വിടും. അതായത് ക്ലിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളത്തെ സർവീസിനോ, അതായത് നിങ്ങളെക്കാളും ബെറ്റർ ഒരാളും കൂടി കണ്ടാൽ അവരങ്ങോട്ടാണ് ചാടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ബിസിനസ് അതായത് ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ ചിന്തിച്ച് വേണം എന്ത് ചെയ്യാൻ, ഒരു ആഡ് റൺ ചെയ്യാൻ. അത് വീഡിയോ ആണെങ്കിലും പോസ്റ്റർ ആണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ, നമുക്ക് ഏത് റൺ ചെയ്തൂടെ? നമുക്ക് ഒരുപാട് പോസ്റ്റേഴ്സ് ഒരുമിച്ച് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇനി ഒരു പോസ്റ്റർ മാത്രമാണെങ്കിൽ ഒരു പോസ്റ്റർ വെച്ച് മാത്രം ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മുടെ കണ്ടന്റ് എന്താണോ അത് വെച്ച് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഗൂഗിൾ ആഡ്സ് കണ്ട പോലെ തന്നെ കറക്റ്റ് റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം കിട്ടും. ഓക്കെ, നമുക്ക് കറക്റ്റ് മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ തന്നെ റിസൾട്ട് കിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടാനുള്ള ചാൻസ് മാത്രം നമ്മൾ നോക്കരുത്. കാരണം ഒരു ആഡ് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അൽഗോരിതം നമ്മൾ അതിനൊന്ന് പഠിച്ചെടുക്കാനുള്ള ഒരു ടൈം എന്തായാലും എടുക്കും. ഓക്കെ, ഇപ്പൊ പുതിയതായിട്ടൊരു ആഡ് റൺ ചെയ്ത് അപ്പോൾ അതിന്റെ ഒരു പെർഫോമൻസ് നോക്കിയിട്ട് അതിന് അടുത്തൊരു ആഡും കൂടെ റൺ ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ചിലപ്പോൾ കിട്ടാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞത് എന്താ വെച്ചാൽ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, എല്ലാത്തും അതിൻ്റെതായ സമയങ്ങളുണ്ട്, അത് അങ്ങനെയാണ് വരുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ വരും വീഡിയോസിൽ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഇൻസ്റ്റാഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്യുന്നതും അത് കണക്ട് ചെയ്യുന്നതും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ കാണിക്കണമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ കണ്ടു നിർത്തുന്നു, നാളെ മുതലാണ് അതിന്റെ വർക്ക് തുടങ്ങുന്നത്. അതെ, ഓക്കെ. അപ്പൊ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ടെലഗ്രാമിൽ വരിക, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ലിങ്ക്, അതിൽ കയറുക, നമ്മളോട് ചോദിക്കാം. അതായത് ഇപ്പോൾ കുറച്ച് ടൂൾസും മെറ്റാ ടൂൾസും ഒക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിനെ കുറിച്ചൊന്നും ചോദിക്കേണ്ട, അതെന്തായാലും നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതല്ലാത്ത ഈ ആഡ് എങ്ങനെ റൺ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ അതിലെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടും അവിടെ നിന്ന് ചോദിക്കാം, നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്.